ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി എടുത്ത ചിക്കൻ ഷാഹി റോളില്ലേ, അതാണ് കേട്ടോ. നല്ല ടേസ്റ്റിനായിട്ട് ഇത് കഴിക്കാൻ ഒരു വെറൈറ്റി ആണ് കേട്ടോ. കട്ട്ലേറ്റും അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇത് നല്ല അടിപൊളി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഉള്ളിൽ കുറച്ച് ചീസെല്ലാം വന്നിട്ട് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്പും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതും നല്ല അടിപൊളിയാണ്. ആ ഡിപ്പ് ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് ട്ടോ. പിന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇത് ഞാനിപ്പോ ഒരു ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളില്ല, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇപ്പൊ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മല്ലിയിലയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കണം. ഞാൻ എടുത്ത മിക്സി ഒന്ന് ചെറുതായി പോയി. അന്നപ്പോ ഞാൻ വലിയ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം എന്താ പറയാ, നല്ലോണം ചിക്കൻ ഒന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ. ചിക്കൻ്റെ എന്താ പറയാ, കട്ടയായിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോ ഞാനിതാ നല്ലോണം അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇല്ല, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് എന്താ പറയാ, റോ മീറ്റ് ആയതുകൊണ്ട് ഞാൻ തീരെ ഉപ്പിട്ടിട്ടില്ല, വേവിക്കുക അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങളെ കൈമേൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഒറിഗാനോ ഇല്ലെങ്കിൽ ഗരം മസാല ഇല്ലേ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കന്റെ ബ്രസ്റ്റ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10 എണ്ണം അത്രേ കിട്ടുള്ളൂ കേട്ടോ. 10 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിപ്പോ സ്ലൈസ്ഡ് ചീസില്ലേ, അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഞാനിപ്പോ 2 എണ്ണം ആട്ടോ എടുത്തിട്ടുള്ളൂ. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല കുഞ്ഞായിട്ടല്ല, ഒന്ന് സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പൊ ഞാൻ അതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് എടുത്തിട്ടുണ്ട്. കൈമേൽ ഒരിത്തിരി ഒന്നാക്കി കൊടുത്തിട്ട് നമ്മളെ ചിക്കന്റെ മിക്സ് ഇല്ലേ, അതിമന്ന് കുറച്ച് എടുക്കാം കേട്ടോ. ഏകദേശം ഒരു ചെറിയ പീസ്, ചെറിയ ബോൾസ് പോലെ എടുക്കാം നമുക്ക്. എന്നിട്ട് ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് ഒരു പത്തിരി പോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചീസ് വെച്ച് കൊടുക്കുക കേട്ടോ. ചീസ് ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ, ചിക്കൻ റോളില്ലേ, അതിന്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഒരു ഓവൽ ഷേപ്പില്ലേ, അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തത്. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. റോള് പോലെ എന്താ പറയാ, ഉരുട്ടിയെടുക്കൂലെ, അങ്ങനെ ചെയ്യണേ അങ്ങനെയും ചെയ്യും. അതെല്ലാം ഇഷ്ടം പോലെ. കുക്കിംഗ് കട്ടുണ്ടെങ്കിൽ ലവ് ഷേപ്പ്, സ്റ്റാർ എല്ലാം നമ്മൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് ഓവൽ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ പച്ച കളർ കാണുമ്പോൾ തന്നെ എന്താ പറയാ, നല്ല രസമില്ലേ കാണാന്. അപ്പൊ നല്ല ടേസ്റ്റ് തന്നെ ആട്ടോ ഇത് കഴിക്കാന്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ഈ ചിക്കന്റെ ഫില്ലിങ്ങിന്. അപ്പൊ മുഴുവനായിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം ആട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഒരു ബൗള് വെച്ചിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒറ്റ ഒന്ന് മതി കേട്ടോ. എന്നിട്ട് മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരിത്തിരി ഉപ്പും ആവശ്യത്തിലുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം അതൊന്ന് ബീറ്റ് ആക്കി കൊടുക്കാം. മുട്ടനെ മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ചിക്കൻ അരക്കുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ബ്രെഡ് ക്രംസ് ആട്ടോ പൊടിച്ചെടുത്തത്. ഇനിയിപ്പോ ആദ്യം മുട്ടന്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുക. ഒറ്റൊരു കോട്ടിങ് മതി കേട്ടോ. ഡബിൾ കോട്ടിങ് ഇല്ലേ, അങ്ങനെ ഒന്നും ആവശ്യമില്ല. വെറും ഒറ്റ കോട്ടിങ് മതിയേ. അപ്പൊ നല്ല എന്താ പറയാ, മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്കുള്ള ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുക. ഇതിലേക്കുള്ള ഒരു ഡിപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്പൈസി മയോണീസ് തന്നെ കേട്ടോ ഇത്.
സ്പൈസി എന്ന് പറയുമ്പോൾ തന്തൂരി മയോണീസ് അങ്ങനെയും പറയാട്ടോ. അപ്പൊ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഡബിൾ ബോയിങ് മെത്തേഡിൽ വറ്റൽ മുളകും വെളുത്തുള്ളി ഒന്ന് സ്റ്റീം ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മുട്ട പുഴുങ്ങിയിട്ട് അതിന്റെ മഞ്ഞ ഞാനിപ്പോൾ എടുത്തിട്ടില്ല, വെള്ള മാത്രമാണ് എടുത്തത്. കുറച്ച് മല്ലിയിലയും കുറച്ച് ബട്ടറും, എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെളുത്തുള്ളിയും വറ്റൽ മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് തൈരില്ലേ, തൈര് ഇട്ട് കൊടുക്കുക. കട്ടത്തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം കട്ടത്തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ നല്ല അടിപൊളിയാണ്. ഇപ്പം കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക, അത് നോക്കണ്ട. കുറച്ച് നല്ലോണം തിക്കായി വരും. നല്ല ടേസ്റ്റ് ആയിട്ട് ഡിപ്പും കൂട്ടി കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റ് ആണ്. മസ്റ്റ് ട്രൈ ആയിട്ടോ ഈ ഒരു ഡിപ്പ്. എന്നിട്ട് ചൂടായ ഓയിലിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്ന് വെച്ചാൽ റോ മീറ്റ് അല്ലേ, അപ്പോൾ ഉള്ളു കുക്കായി വരണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഷാഹി റോൾ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.